നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ. ഓ. അബ്ദുൽ കലാം അത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സുക്കർബർഗ് അത് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയാം. ഉം. ഞാനൊരു ഒരു ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത സമയത്ത്, ഉം. ഒരു ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ കൂടി. അതായത് ഞാൻ ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് ഉണ്ട്, ഓ. അതിൽ നിന്ന് ചെറിയ മാറ്റമല്ല ഞാൻ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തത്, ഉം. പ്രശ്നം കൂടിപ്പോയി. ഉം. ഓക്കേ. കൂടിയത് പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഉം. അതല്ല പ്രശ്നം. ഉം. പക്ഷെ കൂടിപ്പോയതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള ചലഞ്ചസ് ഉണ്ടല്ലോ, അത് ഉം. ഭയങ്കരമായിട്ട് ഹെവി ആയി പോയി, ചൂടായി പോയി. ഓക്കേ ഓക്കേ. ആ സമയത്ത് എന്താണ് ഇത് നിർത്തണ്ടേ എന്നുള്ളൊക്കെ തോന്നൽ വന്ന സമയത്ത് ഉം. ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ ഈ മൈൻഡിന്റെ ബുക്കുകളും മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്താണ് അതിന്റെ ഒരു ഇത് മനസ്സിലായത്. എന്ത് പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതെ, എന്നുള്ളത് നമുക്ക് അപ്പുറത്തൊരു സക്സസ് ഉണ്ട് ഉണ്ടെന്നല്ല. എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയ സമയത്ത് എന്താണ്, ഞാൻ ഫിക്സ് ചെയ്ത എമൗണ്ട് കൂടിയതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ, അപ്പൊ അത് ഓക്കേ. അതുകൊണ്ട് എന്തായി, ചലഞ്ചസും കൂടി എന്നുള്ളത് ഉം. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഓ, ഓക്കേ ഓക്കേ. അതൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, ഉം, ഉം. അങ്ങനെ ഒരു എമൗണ്ടിൽ നിന്ന് വലിയൊരു എമൗണ്ടിലേക്ക് മാറിയപ്പോഴുള്ള ചലഞ്ചസും വലിയ ചലഞ്ചസ് ആയി മാറി. ആ, ഓക്കേ. അതുകൊണ്ട് എന്റെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, നോക്കാറുള്ളൂ. ഉം. കാരണം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. അതെ അതെ. നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും എന്താണ്, ഇപ്പൊ സുക്കർബർഗോ അല്ലെങ്കിൽ വലിയൊരു ആളുകൾ, നമ്മളെപ്പോഴാണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ കയറി പോകാന്നുള്ളത്. ആ, ഓക്കേ അപ്പൊ ആദ്യം നമ്മൾ സ്പ്ലെൻഡർ ബൈക്കാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അടുത്തത് അങ്ങനെ എന്ത് ചെയ്യാം, കയറി പോയി കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായിരിക്കും. ഓക്കേ ഓക്കേ.